മക്കളി, വെൽക്കം ബാക്ക് ടു മിഡ് നൈറ്റ് കുക്കിംഗ്. ഇന്ന് ലില്ലി സാം പറഞ്ഞ ചാത്തൻ എയർ എന്ന കഥ എന്റേതായ മാറ്റങ്ങൾ വരുത്തി പറയാൻ പോവാണ്. എൻ്റെ വീടിൻ്റെ അടുത്തായി രശ്മിയുടെ വീടും. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങളുടെ വീടിനടുത്തായി ഒരു റബ്ബറും തോട്ടമുണ്ട്. ഞങ്ങൾ അവിടെ കളിക്കാൻ പോകുന്നത് പതിവായിരുന്നു. എന്നാൽ നട്ടുച്ച സമയത്ത് അവിടെ ആരും പോവാറില്ല. എന്താ കാരണമെന്ന് പല പ്രാവശ്യം വീട്ടിൽ ചോദിച്ചെങ്കിലും എല്ലാവരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അന്നൊരു ഓണാവധിക്കാലമായിരുന്നു. വീട്ടിലെല്ലാവരും അവരുടേതായ തിരക്കിലായിരുന്നു. ഞാനും രശ്മിയും കൂടി രാവിലെ കളിക്കാൻ പോയതാ. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് ഉച്ചസമയം ആയിരുന്നിരിക്കണം. വെയിൽ സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ ആ റബ്ബർ തോട്ടത്തിന് നടുക്കായി ഒരു കിണറുണ്ട്. അവിടെ നിന്നും വെള്ളം കുടിച്ച് പെട്ടെന്ന് പോകാമെന്ന് കരുതി അവിടേക്ക് പോയി. അങ്ങനെ വെള്ളം കുടിച്ചു. കിണറിന് തൊട്ടടുത്തായി ഒരു വലിയ ഒറ്റ റബ്ബർ മരമുണ്ട്. അതിനു ചുറ്റുമായി വേറെ ഒരു മരവുമില്ല. അങ്ങനെ ആ ഒരു ക്ഷീണം മാറാൻ വേണ്ടി ഞാൻ രശ്മിയോട് പറഞ്ഞു, ഡി നമുക്കിവിടെ ഒന്ന് ഇരുന്നിട്ട് പോകാം. അപ്പോൾ തൻ്റെ രശ്മിയുടെ മറുപടി, വേണ്ടടി നമുക്ക് പോകാം, ഈ സമയോടെ ആരും അങ്ങനെ ഇരിക്കാറില്ല, വാ പോകാം. ഞാൻ അവളെ കുറേയധികം നിർബന്ധിച്ചു. വേണ്ടടി ഒരു ഇച്ചിരി നേരം ഇരിക്കും, ഇപ്പോൾ പോകാം, എനിക്ക് ഭയങ്കര ക്ഷീണം. അങ്ങനെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ഒരുവിധം ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്നു. എങ്കിലും എന്തോ ഒരു പേടി അവൾക്കുണ്ടായിരുന്നു. അത് മാറാൻ വേണ്ടിയായിരിക്കണം കുറച്ച് കല്ലെടുത്ത് എറിഞ്ഞായിരുന്നു രശ്മിയുടെ ഇരിപ്പ്. ഞാനാണെങ്കിൽ ക്ഷീണം കാരണം അവളെ ശ്രദ്ധിക്കാനേ പോയില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ദേഹത്തൊരു കല്ല് വന്ന് വീണു. ഞാൻ പറഞ്ഞു, ഡി കളിക്കില്ലേ? അവൾ പറഞ്ഞു, ഞാൻ എന്തോ ചെയ്തെന്ന്? ഞാൻ ദേഷ്യപ്പെട്ട് പിന്നെ അങ്ങനെ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞു അവൾ പറയുന്നു, എന്തിനാടി എന്നെ കല്ലെറിഞ്ഞതെന്ന്? ഞാൻ കരുതിയ നേരത്തെ ഞാൻ പറഞ്ഞതിന് പകരം പറയുവാന്ന്. ഞാൻ മൈൻഡ് ചെയ്യാതെയിരുന്നു. പക്ഷെ അടുത്ത നിമിഷം തന്നെ ചാറ പറന്ന് കല്ല് വന്ന് പേടിച്ച് ഞങ്ങൾ പരസ്പരം നോക്കിയതും ദേഹം മുഴുവൻ മണ്ണ് മരത്തിൻ്റെ മുകളിൽ നിന്നും. അടുത്ത നിമിഷം പേടിച്ച് വിറച്ച് ഓടി. പക്ഷെ വീണ്ടും വീണ്ടും ആ മരച്ചുവട്ടിലേക്കാണ് ഞങ്ങൾ വരുന്നത്. ഒരു നിമിഷം ബോധം കെടുമോ എന്ന് തോന്നിയ സമയം അവളുടെ കയ്യും പിടിച്ചൊരു ഓടി റബ്ബറിൻ തോട്ടത്തിന് വെളിയിൽ ചെന്നതും ശരീരം തളർന്നു വീണു. പിന്നെ ഉണരുമ്പോൾ ചുറ്റും പോലീസ്. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അവരുടെ സംസാരത്തിൽ നിന്നും ഒരു കാര്യം മാത്രം മനസ്സിലായി, ഞങ്ങൾ കാണാതെ പോയിട്ട് 2 ദിവസമായെന്നും ആഹാരവും വെള്ളവും ഇല്ലാതെ തളർന്നാണ് ബോധം പോയതുമെന്നും. അവർ ഞങ്ങളോട് തിരിച്ചും മറിച്ചും ചോദിച്ചു. ഞങ്ങൾ 2 പേരും പറഞ്ഞ കഥ തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പോലീസും വീട്ടുകാരും ഒരുപാട് അന്വേഷണം നടത്തി. ഒന്നും എങ്ങും എത്തിയില്ല. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി വിഷമിച്ചിരിക്കുന്ന എൻ്റെ അടുക്കിലേക്ക് മുത്തശ്ശി വന്ന് കയ്യിലൊരു ചെറിയ തകിട് തന്നിട്ട് പറഞ്ഞു, മോള് പേടിക്കണ്ട കേട്ടോ, ഇത് കയ്യിൽ വെച്ചോ, ഇത് അവൻ്റെ പണിയാ. ഇതുണ്ടെങ്കിൽ മോളെ ഒന്നും ചെയ്യില്ല. മോള് പുറത്ത് വന്നത് കണ്ടില്ലേ? ഞാൻ എന്താ ഏതാന്നൊന്നും അറിയാതെ മുത്തശ്ശിയെ നോക്കി വിക്കി ചോദിച്ചു, ആരാ മുത്തശ്ശി? മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചാത്തൻ. അവൻ്റെ വിചാരം അവനേ ഉള്ളൂ എന്നാ. പൊട്ടക്കിണത്ത് കിട്ടവളാ. അവനെ അവിടെ അങ്ങനെ ഇട്ടിരിക്കുവാ മണ്ടൻ. ഞാൻ നോക്കുമ്പോൾ മുത്തശ്ശിക്കൊപ്പം ആരോ. പക്ഷെ ഈ ആരെയോ ആ സമയം ഞാൻ